പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സുരേഷ് ഗോപി തൃശൂർ പൂര നഗരിയിൽ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിക്കൊപ്പം ചേരുന്നുണ്ട്. അതിലേക്ക് വേഗം പോയി തിരിച്ചെത്താം. അതാണ് പൂരത്തിന്റെ ആവശ്യം. ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഇനിയാണ് മേളം ആയോജിച്ചത്. പൊട്ടിക്കേറുന്നത് പോലെ നമ്മൾ ആദ്യത്തെ ചെറുതട്ട് തുടങ്ങി കയറിക്കൊണ്ട് ഈ സുരേഷിനെ സംബന്ധിച്ചോളം ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ പൂരത്തിൽ പൂരത്തിന്റെ എല്ലാ ഘടകങ്ങളും ആനന്ദകരമാണ്. ഈ ആൾക്കൂട്ടം പോലും അങ്ങനെയാണ്. ഉറപ്പായിട്ട് ഇതില്ലെങ്കിൽ പൂരമില്ല. മേളം പോലെയാണ്. അത് ആനയില്ലെങ്കിൽ പൂരമില്ല എന്ന് പറയുന്നത് പോലെ പൂരപ്രേമികളില്ലെങ്കിൽ ആർപ്പ് വിളിക്കുന്നവർ ആവേശത്തിൽ തിയേറ്ററിൽ അങ്ങനെയല്ല. എപ്പോഴാണ് മാസാവുന്നത്, കൊലമാസാവുന്നത്, ആവേശം പകർന്നെടുക്കുന്ന ശക്തമായ ഒരു ആരാധക വൃന്ദം, ഫാനല്ല ആ സിനിമയെ ആരാധിക്കുന്ന, ആ സിനിമയിലെ എല്ലാ അംശങ്ങളെയും ആരാധിക്കുന്നവർ ആർപ്പ് വിളികളോടെ നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സിനിമയിൽ വളർച്ച നമുക്ക് ലഭിക്കും. സുരേഷ് സിനിമ പറയുന്നത് പാട്ട്, ഡാൻസ്, ആക്ഷൻ സൂപ്പർ ഹിറ്റാണ്. നേരത്തെ ഇവിടെ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. വളരെ ഈ ഒരുപാട് വിഷൻ പറയുന്നതായിരുന്നു. നമ്മളത് എങ്ങനെ കൂടുതൽ നോക്കാം. 11 മണിക്ക് എന്റെ അടുത്ത് അവിടെ എത്താൻ പറഞ്ഞ തെക്കേ മഠം ഞാൻ വിളിക്കാം. വളരെ വിശദമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഈ മാഗസിനൊക്കെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നല്ലൊരു വിഷയം പറഞ്ഞത്. അത് എങ്ങനെയാ ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരു മൊബൈൽ മാഗസിനാണ് ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ പെസോയുടെ നിർദ്ദേശം സ്വീകരിച്ച് അതിന്റെ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ അതെല്ലാം പെട്രോളിയം കമ്പനീസ് ഇതുവരെയുള്ളത് എങ്ങനെയാണ്? തൃപ്തരാണോ? ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം അല്ല, എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്നും നന്നായിട്ട് മന്ത്രിമാരുടെ കൂടെയും മുഖ്യമന്ത്രിയുടെ കൂടെയും സീരീസ് ഓഫ് മീറ്റിങ്ങുകളിൽ ഇരുന്നതുകൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതെല്ലാം കൃത്യമായി ഇളങ്കോയും അർജുൻ പാണ്ഡ്യനും അവരുടെ കൂടെയുള്ള മറ്റ് അവരുടെ സബോർഡിനേറ്റ്സ് എല്ലാവരും വിചാരിച്ചാൽ ഞങ്ങൾ നിർദ്ദേശിച്ചതിനേക്കാൾ മനോഹരമായിട്ട് സംഘാടകൻ കൂടിയാണ്. അതിന് കർമ്മ എന്നാ പറയുന്നത്. ഈശ്വരൻ തന്ന നിയോഗമാണ്. എന്തായാലും ഇത്തവണ ഒരു വിവാദവും ഇല്ലാതെ അന്ന് അവസാനിക്കും, പൂരം അവസാനിക്കും. സാമ്പിൾ വെടിക്കെട്ടിനെ ആളുകൾക്ക് നന്നായി കാണാൻ പറ്റിയെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പിൾ വെടിക്കെട്ടിന്റെ ഒരു 10 ഇരട്ടിയാണ് വെടിക്കെട്ട്. അപ്പോൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നതിനകത്ത് കുറച്ചും കൂടി കർശനതകൾ വരും. വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നിഷേധമല്ല സംഭവിക്കുന്നത്, നമ്മുടെ ജീവഹാനിക്ക് നിഷേധം സംഭവിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള അധിക റെസ്ട്രിക്ഷൻസ് വരുന്നതെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളങ്ങനെ ഇതൊരു ഒരു ഡെന്റ് ഈ ആഘോഷങ്ങൾക്ക് വീണുകൂടാ എന്ന ഉറപ്പുവരുത്തലാണ് റെസ്ട്രിക്ഷൻസ്. ഒരു കാര്യം കൂടി, ഈ ഷർട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത് പൂരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്? ഇന്നലെ ഒരു വനിത കൊണ്ടുവന്ന് തന്നതാണ്. സമ്മാനം നമുക്ക് കാണാം, പൂരനഗരിയിൽ തന്നെ കാണാം. ശരി. തൃശൂരിന്റെ MP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.